പട്ടയ ഭൂമി വീട് വെക്കാനും കൃഷിക്കും അല്ലെങ്കിൽ ചെറുകിട കട നടത്താനും മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയൂവെന്ന് ഏതെങ്കിലും ഒരു സർക്കാർ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം പിണറായി സർക്കാരായിരുന്നു സാർ. അമിതാധികാര പ്രയോഗമാണ് സാർ അങ്ങയുടെ ഉദ്യോഗസ്ഥർ നടത്തിയത്. അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നുവെന്ന് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. കയ്യേറ്റത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അതിന്റെ മുഖം ഈ ഗവൺമെന്റ് നോക്കില്ല. പിന്നെ ചൊക്രമുടിയിൽ നാം അത് കണ്ടു. 40 വർഷം ആ നടപടിയുമായി പോയാലും ഒരു കുലുക്കവും ഈ ഗവൺമെന്റിന് ഉണ്ടാകില്ല. അങ്ങനെയുള്ള അമ്പൊന്ന് മേയുന്ന വിധത്തിലുള്ള ഒന്നല്ല ഈ കാര്യം. 960 ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്നാണ് സാർ. ഏതെങ്കിലും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാധീനങ്ങൾക്ക് വശപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർവേ മാറ്റിക്കൊടുക്കുകയോ ഭൂമി തെറ്റായി തണ്ടപ്പേര് കൊടുക്കുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിലുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ, വാഗമൺ, ചൊക്രാമുടി, ചിന്നക്കനാൽ, മാൻകുത്തിമേട്, അണക്കരമെട്ട്, കോട്ടക്കമ്പൂർ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി സർക്കാർ ഭൂമി കയ്യേറ്റം നടക്കുകയാണ്. സർക്കാർ ഭൂമിക്ക് 1964, 65, 68, 71 ഒക്കെ വ്യാജപ്പട്ടയമുണ്ടാക്കി ഈ ഭൂമി വിൽപ്പന നടത്തി കോടികളുടെ തട്ടിപ്പാണ് കയ്യേറ്റ ലോബി നടത്തുന്നത്. ഒരു കാരണവശാലും പട്ടയം നൽകാൻ കഴിയാത്ത, കൃഷിയോഗ്യമല്ലാത്ത തട്ടുപാറ, അതായത് നമുക്കറിയാം ഈ നിയമം അനുസരിച്ച് കൃഷിക്കും അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനും ആണ് പട്ടയം കൊടുക്കാൻ നിയമമുള്ളത് എന്നിരിക്കെ ഈ പാറപ്പെട്ടുകൾക്ക് എങ്ങനെയാണ് സാർ പട്ടയം കിട്ടുന്നത്? അത് സംബന്ധിച്ച് 21 ശേഷം പീരുമേട് താലൂക്കിലെ ഈ വ്യാപകമായ കയ്യേറ്റം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ പീരുമേട് തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും നൽകിയെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല സാർ. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ ഒടുവിൽ ഈ തലയ്ക്ക് നട്ടപ്പുറ പതിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ വേദന പേറേണ്ടി വരുന്നത് ഇടുക്കിയിലെ സാധാരണ ജനങ്ങളാണ് സാർ. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 1964 റൂൾ പ്രകാരമുള്ള പട്ടയവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 1993 പ്രകാരമുള്ള പട്ടയവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. 20,000-ലേറെ ആളുകൾ പട്ടയം കാത്തിരിക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായും പട്ടയ വിതരണം തടസ്സപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു വന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, മുഴുവൻ ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിൽ എഴുതി വെച്ചത് ESA പട്ടയ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് മുഖ്യമന്ത്രി അടക്കമുള്ളതുകൊണ്ട് 9/6/2016 ഒന്നാം പിണറായി സർക്കാർ ഇറക്കിയ ആദ്യത്തെ ഉത്തരവ് ആ സർക്കുലറിലാണ് ആദ്യമായി പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ 8 വില്ലേജുകളിൽ NOC ഇല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന്. 1801/2010 കേസിലെ ഇൻട്രീം ഓർഡർ വരുമ്പോൾ അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം ഭരിച്ചു. ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന നിയന്ത്രണം ആദ്യമായി ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് അങ്ങാണെന്നത് അങ്ങ് വിസ്മരിക്കരുത് സാർ. ആദ്യമായി കോടതിയിൽ പട്ടയ ഭൂമി വീട് വെക്കാനും കൃഷിക്കും അല്ലെങ്കിൽ ചെറുകിട കട നടത്താനും മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയൂവെന്ന് ഏതെങ്കിലും ഒരു സർക്കാർ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം പിണറായി സർക്കാരായിരുന്നു സാർ. ആ സർക്കാരിൻ്റെ നിലപാടിനെ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി എല്ലാ നിലയ്ക്കുള്ള നിർമ്മാണ നിരോധനവും ഏർപ്പെടുത്തിയത്. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം ഈ സർക്കാർ 8 വില്ലേജുകൾ മാത്രമായി നിർമ്മാണ നിരോധനം കൊണ്ടുവന്നു. ഒരടിസ്ഥാനമില്ലാതെ, ഒരു നിയമത്തിന്റെ പിൻബലമില്ലാതെ നിങ്ങൾ 8 വില്ലേജുകൾ മാത്രമായി നടപ്പിലാക്കി. സ്വന്തമായി ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഈ 8 വില്ലേജിൽ വീട് വെക്കാൻ അവകാശമില്ല എന്ന് അമിതാധികാര പ്രയോഗമാണ് സാർ അങ്ങയുടെ ഉദ്യോഗസ്ഥർ നടത്തിയത്. ഈ കേസ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത് വാദിച്ചത് ഞാനാണ്. ഞാൻ വാദിച്ച കേസിൽ ആ ഒരു ഭാഗം ഹൈക്കോടതി റദ്ദ് ചെയ്യേണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി ഈ ഇടുക്കിയിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് നിയമസാധുതയില്ല എന്ന് മാത്രമല്ല നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. എല്ലാ സർക്കാരുകളും കൈക്കൊണ്ടുവന്ന നയം അങ്ങ് പറഞ്ഞതായിരുന്നു, ശരിയാണ്. ഈ CHRൽ വരുന്ന 2,15,720 ഏക്കർ സ്ഥലം, അതിൽ കേവലം 2,15,720 ഏക്കർ സ്ഥലം മാത്രമാണ് റിസർവ് ഫോറസ്റ്റ് എന്നും ബാക്കിയുള്ള സ്ഥലം റവന്യൂവിന്റെ സ്ഥലമാണ് എന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടാണ് എല്ലാ സർക്കാരുകളും സ്വീകരിച്ചു വന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാരിന്റെ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് സർ. ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിൽ 2,10,000 ഏക്കർ സ്ഥലം റിസർവ് ഫോറസ്റ്റ് ആണ് എന്ന് ആദ്യമായി അങ്ങയുടെ കീഴിലുള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 2,10,000 ഏക്കർ സ്ഥലം ഫോറസ്റ്റ് റിസർവ് ആണെന്ന് ആദ്യമായി റിപ്പോർട്ട് എഴുതി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നത് CHRലെ ഭൂമി മുഴുവൻ റിസർവ് ഫോറസ്റ്റ് ആണ് എന്ന് കോടതിയിൽ കാണിച്ചു.
ആ സമയത്ത് ഏത് കോടതിയും സ്റ്റേ ചെയ്യും സർ. കാരണം ഫോറസ്റ്റ് ലാൻഡ് ഏലിനേറ്റ് ചെയ്യാൻ ഒരു സർക്കാരിനും അധികാരമില്ല എന്ന് പറയും. ആ വിധി ഇടുക്കിയിലെ ജനങ്ങൾക്ക് മേൽ CHRലെ പട്ടയം കാത്തിരിക്കുന്ന 10,000-കണക്കിന് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ റിപ്പോർട്ടല്ലേ സർ? അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയോ? റവന്യൂ ലാൻഡിന് പട്ടയം കൊടുക്കാമെന്നിരിക്കെ ആ റവന്യൂ ലാൻഡ് അല്ല എന്നുള്ള ആദ്യത്തെ റിപ്പോർട്ട് ഇവോൾവ് ചെയ്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തല്ല എന്ന് പറയാൻ കഴിയോ? ഹൈക്കോടതിയിൽ എങ്ങനെയാണ് വിധിയുണ്ടായത്? ഹൈക്കോടതിയിൽ വിധിയുണ്ടായത് അങ്ങ് പറയണം. അങ്ങ് അധികാരത്തിൽ വന്ന സർക്കാർ വന്നതിന് ശേഷമാണ് ആദ്യമായി ഒരു കോടതിയിൽ പറഞ്ഞത് പട്ടയഭൂമിയിൽ ഈ 3 കാര്യങ്ങൾക്ക് മാത്രമേ അനുവാദം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറയുന്ന കേട്ടിട്ട് അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരെഴുതി കൊടുക്കുന്നത് സർക്കാരിന്റെ നിലപാടായി ഹൈക്കോടതിയിൽ പറഞ്ഞതാണ് സാർ ഇന്ന് വന്ന ഈ ഗതികേടെന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിൽ പരിസ്ഥിതി ലോല മേഖല പോലെ 13 വില്ലേജുകളെ അടയാളപ്പെടുത്തി അവിടെയും നിയന്ത്രണം കൊണ്ടുവരികയാണ് സാർ. ഞാൻ വളരെ വേദനയോടുകൂടി പറയുന്നു, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത്, ഇടുക്കി പാക്കേജിൽ 1 രൂപ നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. ഈ പ്രയാസത്തിന്റെ എല്ലാം ഇടയിലാണ് വനയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണം. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയിലെ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയി. ഞാൻ അവിടെ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ പറയായിരുന്നു, സാർ എനിക്കെതിരെ ഒരു കേസാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ പാച്ചു എന്ന് പറഞ്ഞ കുഞ്ചൻ എന്ന് പറയുന്ന കുട്ടമ്പുഴ കോളനിയിലെ വ്യക്തി അവിടെ ആരോ ഒരു മ്ലാവിനെ വെടിവെച്ചു. അതിന്റെ പേരിൽ മ്ലാവിറച്ചി കഴിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹം കോടതി കയറി ഇറങ്ങിയാണ് സാർ, ഒരു കുടുംബം മുഴുവൻ. ഇതാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ. ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിക്കുന്നത് എന്താണോ അങ്ങ് കഴിഞ്ഞ 4 വർഷമായി ലക്ഷ്യം വയ്ക്കുന്നത് ആ വഴിയിലേക്ക് ഇതൊന്നും മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സാർ. അതിന് മലയോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യനെ വിധേയമാക്കരുത്, അവനെ അതിൻ്റെ ഉദ്വകരണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുണ്ട്. 40 വർഷം ആ നടപടിയുമായി പോയാലും ഒരു കുലുക്കവും ഈ ഗവൺമെന്റിന് ഉണ്ടാകില്ല. അങ്ങനെയുള്ള അമ്പൊന്നും മേയുന്ന വിധത്തിലുള്ള ഒന്നല്ല ഈ കാര്യം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ 2016 സർക്കുലറിനെ കുറിച്ചാണ്. സാർ എന്തിനാണ് ആ സർക്കുലർ ഇറക്കിയത്? 1801/2010 എന്നൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആ കോടതി വിധിയിൽ പട്ടയത്തിൻ്റെ വ്യവസ്ഥാ ലംഘനങ്ങൾ പട്ടയം റദ്ദാക്കുന്നതിനുള്ള കാരണങ്ങളാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. NOC നിർബന്ധമാക്കിയതോടുകൂടി ഇടുക്കി ജില്ലയിൽ പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളമായ അപേക്ഷകളുണ്ടായി. NOC നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ അവ്യക്തത മൂലം സാർ 2010 മുതൽ 16 വരെ ഒരാൾക്കും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഗതികേടുണ്ടായ ഘട്ടത്തിലാണ് ആ NOC അനുസരിച്ചിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കോടതി പറയപ്രകാരം NOC കൊടുക്കാൻ പറ്റുന്നത് എന്നൊരു സർക്കുലർ ഇറക്കിയത്. അത്ര മാത്രമേ ഉള്ളൂ സാർ. ഇവിടെ പറഞ്ഞ CHRമായി ബന്ധപ്പെട്ട പ്രശ്നം സാർ എന്താണ് കോടതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത്? അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 2007 KP രാജേന്ദ്രനും ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിമാരായിരുന്ന KP രാജേന്ദ്രനും ബിനോയ് വിശ്വവും എളമരം കരീമും ഉൾപ്പെടെയുള്ള സംഘത്തെ അവിടേക്ക് അയച്ച് അവർ കണ്ടെത്തിയ നിലപാടിൽ നിന്ന് അണുവിട മാറ്റം മാറി വന്ന ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല സാർ. ആ വിഷയത്തിൽ കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായി 24/10/2024 പരിഗണിക്കപ്പെടും പ്രകാരം ചീഫ് സെക്രട്ടറിയെ തന്നെ പറഞ്ഞയച്ചുകൊണ്ട് ആ കോടതിയുടെ ഇടപെടലിൽ കേരളം അഫിഡവിറ്റ് സമർപ്പിച്ചു സാർ. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ കാത്തിരിക്കുക മാത്രമല്ല തുടർച്ചയായി അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടി ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് സാർ ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിലുള്ള ഗൃഹനിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല സാർ, ആ വ്യവസ്ഥകളെ മറികടക്കുന്നതിന് വേണ്ടി എത്രയേറെ നടപടികളാണ് സാർ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എടുക്കാനുള്ള നടപടി സ്വീകരിച്ചത്. കേരളത്തിൽ 60 വർഷക്കാലമായി നിലനിൽക്കുന്ന 960 ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്നാണ് സാർ. 960 ഉണ്ടായിരുന്ന ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും 3ാം വായനയിൽ ഇടപെട്ട് നൽകിയ നിർദ്ദേശം ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് ഏകകണ്ഠമായി ഈ സഭ പാസാക്കിയ ഒരു ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതിയാണ് സാർ. ആ ഭൂപതിവ് നിയമം പാസാക്കിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ചില സാങ്കേതിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് കൊണ്ട് അതിലേതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവുകയല്ല, വിശദമായിട്ടുള്ള നിയമ പരിശോധന നടത്തിക്കൊണ്ട് വേണം മാത്രം ആ കാര്യത്തിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചട്ടഭേദഗതിക്ക് കാലതാമസം ഉണ്ടായത്. ഏപ്രിൽ മാസത്തിൽ
ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വേറെ ഒരു വിധത്തിലുമുള്ള ബാധ്യതയില്ലാത്ത വിധത്തിൽ ഏപ്രിൽ മാസത്തിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും, അത് പാസ്സാക്കും എന്ന കാര്യം ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ കട്ടപ്പന ടൗൺഷിപ്പ് 614 ടൗൺഷിപ്പിലെ പട്ടയങ്ങൾ സർവേ നടപടികൾ പൂർത്തീകരിച്ച് ടൗൺഷിപ്പിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അന്ത്യ നടപടികളിലാണ്. സാർ, ഇടുക്കി പ്രദേശത്തെ 3 ചെയിൻ മേഖല അയ്യപ്പൻകോവിൽ 876 കാഞ്ചിയാറിൽ 750 വില്ലേജുകളിലായി ആകെ 1626 കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള റിപ്പോർട്ട് സർക്കാർ ലഭിച്ചു കഴിഞ്ഞു. സാർ, കല്ലാർകുട്ടി ഡാമിലെ 10 ചെയിൻ പ്രദേശം വെള്ളത്തൂവൽ പഞ്ചായത്തിൽ 1039, ഇടുക്കി താലൂക്കിലെ കൊന്നത്തടി വില്ലേജിലെ 366 ഉൾപ്പെടെ 1405 പട്ടയങ്ങൾ മാർച്ച് മാസത്തിൽ സർക്കാരിലേക്ക് റിപ്പോർട്ട് ലഭ്യമാവുകയാണ്. ഏറ്റവും വേഗത്തിൽ നമുക്കത് പരിശോധിക്കാം. സാർ, നീലക്കുറിഞ്ഞി സാങ്ച്വറി ഇതുമായി ബന്ധപ്പെട്ട് ദേവികുളം സബ് കളക്ടറെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിച്ചു. ജില്ലയിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അവിടെ ഓഫീസ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. സാർ, മാങ്കുളത്തെ മിച്ചഭൂമി വിതരണം 8 ബിറ്റുകളിലായി 1016 കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനായി വനവും റവന്യൂവും കൈവശ ഭൂമികൾ വേർതിരിച്ച് അവ നൽകുന്നതിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. സാർ, KDH വില്ലേജിലെ കുറ്റിയാർ വാലിയിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു എന്ന് മാത്രമല്ല, അതിവേഗം അത് പൂർത്തീകരിച്ചു പട്ടയം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നാം കിടക്കുകയാണ്. സാർ, കരിവണ്ണൂർ പ്രവർത്തിക്കുന്ന ഭൂപതി ഓഫീസിൽ നിലനിൽക്കുന്ന 10,000-ലേറെ അപേക്ഷകൾ ഈ ഗവൺമെന്റ് പാസാക്കിയ 2020/2020 എന്ന ഗവൺമെന്റ് ഉത്തരവിലൂടെ 10,000-കണക്കിന് വരുന്ന അപേക്ഷകൾ നമുക്കറിയാവുന്ന പോലെ ഉടുമ്പന്നൂർ, വണ്ണപ്പുറം, വെള്ളിയാമറ്റം, അറക്കുളം, നെയ്യശ്ശേരി ഈ വില്ലേജുകളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ സർവേയർമാരെ നിയോഗിച്ച് ഇടുക്കിയിൽ MLA-മാരുടെ അഭിപ്രായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ്. സാർ, ചെറുതോണി ഗാന്ധിനഗർ കോളനി 250 കൈവശക്കാരുടെ പ്രശ്നം ഏറ്റവും വേഗത്തിൽ ആ പ്രശ്നം പരിഹരിക്കും. സാർ, കട്ടപ്പനയിലെ ടീക്ക് പ്ലാന്റേഷൻ, പെരിഞ്ചാംകുട്ടി പ്രദേശത്തെ സർവേ നടപടികൾ, പൊന്മുടി പദ്ധതി ഡാമിന്റെ 10 ചെയിൻ പുറത്തുള്ള പട്ടയം, പൊന്മുടി ഡാമിന്റെ 10 ചെയിൻ പുറത്തുള്ള 161 കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നതിന്റെ ഭാഗമായി 97 കേസുകളിൽ സർവേ നടപടി പൂർത്തീകരിച്ചു. 64 കേസുകളിൽ സർവേ നടപടികൾ ഉടനടി നടക്കുകയാണ്. സാർ, ഇടുക്കിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണരുത്. സാർ, കുടിയേറ്റക്കാരായ ധാരാളമായി മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ അർഹതപ്പെട്ട ആളുകളുണ്ട്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായി പട്ടയം നൽകണം എന്നാണ് ഈ ഗവൺമെന്റിന്റെ അഭിപ്രായം. സാർ, 93 വനഭൂമി ചട്ടവുമായി ബന്ധപ്പെട്ട് എത്ര വേഗതയിലുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത്? 30 വർഷക്കാലമായി അപേക്ഷ കൊടുക്കാൻ പോലും അനുവാദം ഇല്ലാതെ നിൽക്കുന്ന 10,000-കണക്കിന് മനുഷ്യർക്ക് രാഷ്ട്രീയത്തിനതീതമായി 55,000-ലധികം വരുന്ന ആളുകളുടെ വിവരശേഖരണം നടത്തി 30 വർഷത്തിന് ശേഷം സംയുക്ത പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. സാർ, അവിടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ സർവേ നടപടികളിലൂടെ, ഡിജിറ്റൽ സർവേ നടപടികളിലൂടെ നമ്മുടെ നാട് പോകുന്നത്. കേരളത്തിന് അഭിമാനമായ ഡിജിറ്റൽ റീസർവേ. ഇടുക്കിയിലെ പല കയ്യേറ്റങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് കുടിയേറ്റമല്ലാതെ ദീർഘകയ്യേറ്റമായി മാറുന്നതിൻ്റെ പ്രശ്നം. അവിടെ മൈനർ സർക്യൂട്ടുകളാണ് അധികവും. 900, 1000, 10,000 വരെ ഏക്കർ ഭൂമിയുള്ള മൈനർ സർക്യൂട്ടുകൾ. അവിടെയൊന്നും വ്യാജമായ പട്ടയം കൊടുത്തതല്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ പാറയിൽ പട്ടയം കൊടുക്കാനാകില്ല. 11(2)(8) പ്രകാരം അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പാറയ്ക്ക് പട്ടയം കൊടുത്തതല്ല, അനധികൃതമായി കൊടുത്തതുമല്ല. കൊടുത്ത സ്ഥലം ഇന്നയിടത്താണ് എന്ന് ചിലർ തെറ്റായി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നടപടികൾ ഉണ്ടാകുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാധീനങ്ങൾക്ക് വശപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർവേ മാറ്റിക്കൊടുക്കുകയോ ഭൂമി തെറ്റായി തണ്ടപ്പേര് കൊടുക്കുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിലുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. കയ്യേറ്റത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അതിന്റെ മുഖം ഈ ഗവൺമെന്റ് നോക്കില്ല. ചൊക്രമുടിയിൽ നാം അത് കണ്ടു. കയ്യേറ്റങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കയ്യേറ്റങ്ങൾ തുടർച്ചയായ അന്വേഷണത്തിന് വിധേയമാവുകയാണ്. തെറ്റായ കയ്യേറ്റം സ്ഥിരീകരിക്കപ്പെട്ടാൽ എല്ലാ നടപടികളോടും കൂടി ആ കയ്യേറ്റങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് ഈ ഗവൺമെന്റ് എടുക്കും.